മുണ്ടക്കയിൽ ഞാൻ രാട്ടപ്പാടി ഉണ്ടെന്ന് ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ജീപ്പിലാണ് നിന്നിരുന്നത്. വീട്ടിൽ കറണ്ടില്ല, വടിയിൽ കറണ്ടില്ല. അപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് 1:30 ആവുന്നോളും ഇന്നലെ അതിശക്തമായൊരു സൗണ്ട് നല്ല മഴയാണ്. കണ്ണ് തുറന്ന് പുറത്ത് കാണാൻ കഴിയില്ല. അത്രയും മഴ വേണ്ട സമയത്ത് നമ്മൾ ഇത് ഉരുൾ പൊട്ടിയെന്ന് അറിഞ്ഞപ്പോൾ നേരെ എൻ്റെ ലക്ഷ്യം വെച്ച് എൻ്റെ തറവാട് മുണ്ടക്കൈ തറവാടാണ്. ഞാൻ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ മുണ്ടക്കയിൽ നോക്കുമ്പോൾ ഒരു വസ്ത്രമില്ലാത്ത ഒരു പയ്യൻ, നമ്മൾ അറിയുന്നൊരു പയ്യനാണ്, പേര് വെളിപ്പെടുത്താൻ പറയുന്നില്ല. ആ പയ്യനെ നമ്മളിത് ഇട്ട് കോട്ട് ഊരി അവന് മേത്തിട്ട് അവനെ ജീപ്പിൽ കയറ്റി. അവൻ കയറില്ലാന്ന് ഒരുപാട് തവണ കരഞ്ഞു പറഞ്ഞു. എൻ്റെ അമ്മയും അവൻ്റെ അനിയനൊക്കെ വെള്ളത്തിൽ പോയതാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ അമ്മയും അനിയനൊക്കെ ഉണ്ട്, അവരത് പിടിക്കണം ചേട്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൽക്കാലം നീ വണ്ടി കയറി നമുക്ക് പോവാം എന്നിട്ട് അവനെ കയറ്റി നേരെ രാട്ടപ്പാടി എത്താൻ നേരത്തെ ഫാക്ടറിയുടെ മുമ്പിൽ ഒരു ഹിന്ദിക്കാർ അന്ത്യ സംസ്ഥാന തൊഴിലാണ് അവരെയും കയറ്റി നേരെ ചൂരൽമല ടൗണിലെത്തിയപ്പോൾ അമ്പലമില്ല. ഞാൻ നിന്ന സ്ഥലമില്ല. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അമ്പലത്തിനാണ് പോകുന്നത്. ചൂരൽമല ടൗണിൽ നിന്നാണ് ഞാൻ പോകുന്നത്. അമ്പലമില്ല, അവിടെ ഒരു കടകളുണ്ടായ കടകളിൽ ഫുള്ള് നിരന്ന് വെള്ളം ഒഴുകുന്നത്. പിന്നെ നേരെ ഫാക്ടറിയിലേക്ക് എസ്റ്റേറ്റിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു മുട്ടോളം വെള്ളമാണ്. പിന്നെ അന്ന് മുതൽ നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇതിനൊക്കെ വേണ്ടി സജീവമായി പ്രവർത്തിച്ചിരുന്നല്ലേ ഈ ജീപ്പ് ഉപയോഗിച്ച്? ജീപ്പ് ഉപയോഗിച്ച് പ്രശ്നം മുണ്ടക്കയിൽ നിന്ന് ബോഡി കൊണ്ടുവരാനും രാവിലെ പോയി ബോഡി തെരയാനും അതേപോലെ NDRFിൻ്റെ സംഘം മുണ്ടക്കയിൽ എത്താൻ വേണ്ടി വടം വരെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുണ്ടക്കൈ LP സ്കൂളിൻ്റെ പരിസരത്ത് നമ്മൾ വടം വരെ ഇട്ട് കൊടുത്ത് അവരിങ്ങോട്ട് വരാനും പോകാനും അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും. വണ്ടി 23 ദിവസത്തോളം ഞങ്ങൾ വണ്ടി ഓടി നടത്തിയവർ. അങ്ങനെ ഒരു കൂട്ടം പേരാണ് മുണ്ടക്കൽ ചൂരൽമല പ്രദേശത്തുള്ളവർ. ആദ്യം നമുക്ക് ഇത് പേരെന്താ പറഞ്ഞു? ഇദ്ദേഹം പാടിയിൽ താമസിച്ചിരുന്ന ആളല്ലേ? പാടിയിൽ താമസിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? പട്ടികയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. എൻ്റെ അടുത്തുള്ള ഒരു 26 കുടുംബങ്ങളുണ്ട്. എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നവരും നമ്മൾ വാടകയ്ക്ക് താമസിച്ചവരുടെ 26 കുടുംബത്തിനും പട്ടികയിൽ ഉൾപ്പെട്ടില്ല. ജോൺ മത്തയുടെ കല്ലും നമ്മളെ വീടും തമ്മിൽ 3 മീറ്റർ പോലും അകലല്ല. അവർ കൽപ്പിച്ച് കൂട്ടി ഫാക്ടറിനെ സേഫ് സോൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. അതെല്ലാവർക്കും അറിയാം. രാഷ്ട്രീയക്കാർ ഇതിന് പുറകിലുണ്ട് നമുക്ക് പറയാനും കഴിയില്ല. ജോൺ മത്തയുടെ നിർദ്ദേശപ്രകാരം ആ കല്ലും നമ്മളെ വീടും പാടെ ഒരു 3 മീറ്റർ വിലയുള്ളത്. നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണിത്? അതെ, ചൂരൽമല മുണ്ടക്കൈ. ഞാൻ മുണ്ടക്കയിൽ ജനിച്ചു വളർന്നത്. ഇപ്പം താമസിക്കുന്നത് ഞാനും എൻ്റെ കുടുംബമായിട്ട് താമസിക്കുന്നത് രാട്ടപ്പാടി. എൻ്റെ സ്വന്തം തറവാട് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം. പാടിയിലാണ് ഇപ്പോൾ പാടിലെ താമസിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ താമസിക്കും. ഈ പറഞ്ഞ മീറ്ററിനപ്പുറമാണ്, ഈ കല്ലിനപ്പുറമാണ്, താമസയോഗ്യമാണ്. അവിടെ പോകാൻ യോഗ്യമല്ല. നോ സോഗോൺ ഏരിയ ആണത്. പൂർണ്ണമായിട്ട് നോ സോഗോൺ ഏരിയ. ഇപ്പം വാടക കൊടുത്ത് നമ്മൾ താമസിക്കുന്ന മേപ്പാടി പഞ്ചായത്തിൽ നെടുമ്പാല ഭാഗത്ത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സർക്കാരിന്റെ സഹായം കിട്ടുന്നുണ്ട്. സർക്കാരിന്റെ സഹായം കിട്ടുന്നുണ്ട്. ഇപ്പം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് നിങ്ങളുള്ളത്? ഭാവി എന്താ, നമ്മൾ വേറെ എന്തെങ്കിലും സംവിധാനം തേടണം. പട്ടികയിൽ ഉൾപ്പെട്ടില്ല, പക്ഷെ എല്ലാവരും ഉൾപ്പെടുത്തണം. എന്താ വെച്ചാൽ അത്രയേ ദൂരേ ഉള്ളൂ. നോഗോസോൺ ഏരിയയാണ്. മുണ്ടക്കൈ പൂർണ്ണമായിട്ട് വാഷ് ഔട്ടായ ഏരിയയാണ്. പതിനൊന്നാംപാട് പൂർണ്ണമായിട്ടില്ല. നമ്മളവിടെ താമസിക്കുന്ന ഒരാളാണ്. നമുക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, വേറെ മാർഗ്ഗമില്ല. നമ്മൾ ജീപ്പ് ഡ്രൈവറാണ്. സാധാ കൂലിപ്പണി നമ്മൾ ചെയ്യുന്നത്. ഇതാണ് കാര്യങ്ങൾ. അജിൽസി സൈഫ് ഇദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇദ്ദേഹം ഭാഗ്യം കൊണ്ടും മറ്റും ജീവൻ തിരിച്ചു കിട്ടിയ ആളാണ്. അദ്ദേഹം അന്ന് രാത്രി മുതൽ രക്ഷാപ്രവർത്തനത്തിനും മറ്റും സജീവമായി പങ്കെടുത്തു. ഇദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ജീപ്പ് ഡ്രൈവറാണ്. അദ്ദേഹം സ്വന്തമായി ജീപ്പുണ്ട്. ആ ജീപ്പ് ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഈ അപകടമുണ്ടായി, ദുരന്തമുണ്ടായ രാത്രി അന്ന് മുതൽ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. അതുകൂടി പറയേണ്ടതുണ്ട് തോന്നുന്നു. അതെ, മുണ്ടക്കയിൽ ഞാൻ രാട്ടപ്പാടി ഉണ്ടെന്ന് ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ജീപ്പിലാണ് നിന്നിരുന്നത്. വീട്ടിൽ കറണ്ടില്ല, വടിയിൽ കറണ്ടില്ല. അപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് 1:30 ആവുന്നോളും ഇന്നലെ അതിശക്തമായൊരു സൗണ്ട് നല്ല മഴയാണ്. കണ്ണ് തുറന്ന് പുറത്ത് കാണാൻ കഴിയില്ല. അത്രയും മഴ വേണ്ട സമയത്ത് നമ്മൾ ഇത് ഉരുൾ പൊട്ടിയെന്ന് അറിഞ്ഞപ്പോൾ നേരെ എൻ്റെ ലക്ഷ്യം വെച്ച് എൻ്റെ തറവാട് മുണ്ടക്കൈ തറവാടാണ്. ഞാൻ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ മുണ്ടക്കയിൽ നോക്കുമ്പോൾ ഒരു വസ്ത്രമില്ലാത്ത ഒരു പയ്യൻ, നമ്മൾ അറിയുന്നൊരു പയ്യനാണ്, പേര് വെളിപ്പെടുത്താൻ പറയുന്നില്ല. ആ പയ്യനെ നമ്മളിത് ഇട്ട് കോട്ട് ഊരി അവന് മേത്തിട്ട് അവനെ ജീപ്പിൽ കയറ്റി. അവൻ കയറില്ലാന്ന് ഒരുപാട് തവണ കരഞ്ഞു പറഞ്ഞു. എൻ്റെ അമ്മയും അവൻ്റെ അനിയനൊക്കെ വെള്ളത്തിൽ പോയതാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ അമ്മയും അനിയനൊക്കെ ഉണ്ട്, അവരത് പിടിക്കണം ചേട്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൽക്കാലം നീ വണ്ടി കയറി നമുക്ക് പോവാം എന്നിട്ട് അവനെ കയറ്റി നേരെ രാട്ടപ്പാടി എത്താൻ നേരത്തെ ഫാക്ടറിയുടെ മുമ്പിൽ ഒരു ഹിന്ദിക്കാർ അന്ത്യ സംസ്ഥാന തൊഴിലാണ് അവരെയും കയറ്റി നേരെ ചൂരൽമല ടൗണിലെത്തിയപ്പോൾ അമ്പലമില്ല. ഞാൻ നിന്ന സ്ഥലമില്ല. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അമ്പലത്തിനാണ് പോകുന്നത്. ചൂരൽമല ടൗണിൽ നിന്നാണ് ഞാൻ പോകുന്നത്. അമ്പലമില്ല, അവിടെ ഒരു കടകളുണ്ടായ കടകളിൽ ഫുള്ള് നിരന്ന് വെള്ളം ഒഴുകുന്നത്. പിന്നെ നേരെ ഫാക്ടറിയിലേക്ക് എസ്റ്റേറ്റിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു മുട്ടോളം വെള്ളമാണ്. പിന്നെ അന്ന് മുതൽ നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇതിനൊക്കെ വേണ്ടി സജീവമായി പ്രവർത്തിച്ചിരുന്നല്ലേ ഈ ജീപ്പ് ഉപയോഗിച്ച്? ജീപ്പ് ഉപയോഗിച്ച് പ്രശ്നം മുണ്ടക്കയിൽ നിന്ന് ബോഡി കൊണ്ടുവരാനും രാവിലെ പോയി ബോഡി തെരയാനും അതേപോലെ NDRFിൻ്റെ സംഘം മുണ്ടക്കയിൽ എത്താൻ വേണ്ടി വടം വരെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുണ്ടക്കൈ LP സ്കൂളിൻ്റെ പരിസരത്ത് നമ്മൾ വടം വരെ ഇട്ട് കൊടുത്ത് അവരിങ്ങോട്ട് വരാനും പോകാനും അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും. വണ്ടി 23 ദിവസത്തോളം നമ്മൾ വണ്ടി ഓടി. നമുക്ക് നാശനഷ്ടങ്ങൾ, വണ്ടിക്ക് ഒരു ടയർ പൊട്ടി, വണ്ടിയുടെ കാര്യങ്ങൾ, പെയിന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടം പറ്റി. വണ്ടിക്ക് ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് വന്നിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതോ സ്വമേധയാ നിങ്ങൾ സന്നദ്ധമായിട്ട് ചെയ്താണ്? ആദ്യ രാത്രി ഉരുൾ പൊട്ടിയ സമയത്ത് സ്വമേധയ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഞങ്ങൾ ഫോണിൽ കോൺടാക്ട് ചെയ്തു. അപ്പുറത്താരുള്ള അന്വേഷിച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞു എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം, നിങ്ങൾ തുടർന്ന് നിങ്ങൾ സർവീസ് ആരംഭിച്ചോളി എന്ന് പറഞ്ഞു.
വണ്ടി സി എഫിന് വേണ്ടി വണ്ടി എല്ലാ പണിയും തീർത്ത് വെച്ച വണ്ടിയാണ് നമ്മൾ ജീപ്പ്. ഈ കാണുന്ന ജീപ്പാണ് സി എഫിന് വേണ്ടി എല്ലാ പണിയും തീർത്ത് വെച്ച വണ്ടിയാണ്. അത് പിന്നെ നമ്മൾ ഒന്നുകൂടി റിക്കവർ ചെയ്യേണ്ടി വന്നു. പലർക്കും അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ എൻ്റെ കയ്യിൽ ഇപ്പോഴും രേഖകളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. കളക്ടർക്ക് കൊടുത്തു, ADMന് കൊടുത്തു, RT ഓഫീസിൽ കൊടുത്തു, MLAക്ക് കൊടുത്തു, മേപ്പാടി പഞ്ചായത്തിലും കൊടുത്തു. ഇവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരുമാണ്. എല്ലായിടത്തും നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ്. ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല, ആരും സ്വീകരിച്ചിട്ടില്ല. ജീപ്പ് മെയിൻ്റെനൻസിന് തുക വേണമെന്നായിരുന്നു നിങ്ങളുടെ ആവശ്യം? തുക എനിക്ക് കയ്യിൽ തരേണ്ട ആവശ്യമില്ല. അവർ എന്തെങ്കിലും സംവിധാനങ്ങളിൽ അവർ നന്നാക്കി തന്നാൽ മതി.